നമസ്കാരം. ഞാൻ കണ്ണിമാങ്ങ ഉപ്പിലിട്ട് വെക്കുന്നത് കാണിച്ചായിരുന്നു. അതിപ്പോൾ 21 ദിവസം കഴിഞ്ഞപ്പം 21 ദിവസം കറക്റ്റ് കഴിഞ്ഞ് ഞാൻ എടുക്കുവാണ്. ഇനി ഇത് അച്ചാറിടാൻ പോവുകയാണ്, കണ്ണിമാങ്ങ അച്ചാർ കേട്ടോ. ഞാൻ അത് കാണിക്കാമേ എങ്ങനെയാണെന്നുള്ളത്. മാങ്ങ 2 ഉപ്പിലിട്ടത് അത് പിന്നെ 2 ആക്കി എടുത്തിട്ടുണ്ട്. മാങ്ങ പ്രത്യേകം വേണ്ടി എടുത്തിട്ടുണ്ട്. ഉപ്പുവെള്ളം എടുത്തിട്ടുണ്ട്. ഉപ്പുവെള്ളം എടുത്തത് ഇനി ഈ ഉപ്പുവെള്ളത്തിലോട്ടാണ് ഇതിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കടുക് പൊടിച്ചതും കായപ്പൊടിയും കൂടെ ചേർത്ത് ഈ മാങ്ങ അതിനകത്ത് ഇട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് ഇനി ഇരിക്കട്ടെ. ഇനി ഇതിനകത്തിലോട്ട് ഈ ഉപ്പുവെള്ളം പകർന്ന് ഇതിന് ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ ഇത്രയും കായം എടുത്തിട്ടുണ്ട്. ഇത്രയും കായം വാങ്ങിച്ചിട്ടുണ്ട്. ഒരു 250 ഗ്രാം കടുകുമുണ്ട്. ഇത് ഇനി കടുകും ഈ കായം വറുത്ത് 250 ഗ്രാം കടുക് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. കടുക് പിന്നെ ഇതിൻ്റെ ഇത്രയും കായമുണ്ട്. ഈ കായവും കടുകും കൂടെ കായം ഞാൻ വറുത്ത് പൊടിക്കും, ഈ കടുകും പൊടിച്ചെടുക്കും. എന്നിട്ട് വേണം ഈ മുളക് പൊടിക്കകത്തോട്ട് ഇത് രണ്ടും ചേർക്കും ഈ മാങ്ങായ്ക്കകത്തിടാൻ വേണ്ടി. ഞാനിനി ഈ ഉപ്പുവെള്ളം ഇതിനകത്തിലോട്ട് പകർന്നിരിക്കുകയാണ്. ഇനി ഇതിനകത്തിലോട്ട് ഞാനൊരു 3/4 കിലോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. നല്ല വലിയ എരിയില്ലാത്ത മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഒരു മുളക് പൊടിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. കാശ്മീരി ചില്ലി പൗഡറാണ് അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് മറ്റേ എരിയുള്ള മുളക് പൊടിയല്ല, എരി കുറഞ്ഞുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിന് വേണ്ടുന്ന കടുക് 250 ഗ്രാം കടുകുണ്ട്, അത് പൊടിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഞാൻ ഈ ഉപ്പുവെള്ളത്തിലിടുവാണേ. ഈ ഉപ്പുവെള്ളത്തിലാണ് മുളക് പൊടി കായപ്പൊടി കടുകും ഇട്ട് കലക്കുന്നത്. അതിനകത്ത് ഇട്ട് ഇളക്കിയിട്ടാണ് ഈ മാങ്ങ അതിനകത്ത് ഇടുന്നത്. പൊടി ഉപ്പുവെള്ളത്തിലോട്ട് ഇട്ട് ഇളക്കുവാണ്. ഇളക്കി നല്ലപോലെ കട്ട കെട്ടാതെ ഇളക്കി വേണം എടുക്കാൻ. അത് നല്ല റെഡിയായിട്ട് ഇറക്കി എടുത്തേച്ച് വേണം ഇതിനകത്തിലോട്ട് ആ മാങ്ങ ഇടുന്നത്. പിന്നെ ഞാൻ 250 ഗ്രാം കടുക് പൊടിച്ചെടുത്തിട്ടുണ്ട്. കടുക് ആ കടുക് കൂടി ഇതിനകത്തിലോട്ട്, ആ കടുക് ചതച്ചാണ് എടുത്തേക്കുന്നത്, പൊടിച്ചല്ല ചതച്ച്, അതുകൂടി ഇതിനകത്തിലിടുവാണേ. നല്ലപോലെ കട്ടയില്ലാതെ ഇളക്കി എടുക്കണം. ഒട്ടും കട്ടയാവരുത്. ഇരുന്നൂറ് ഗ്രാം കായം ഞാൻ എടുത്ത കായം ഉണ്ടല്ലോ, ആ കായം വറുത്ത് പൊടിച്ചതാണ്, അതുകൂടെ ഇതിനകത്ത് ചേർക്കണം. ഇല്ലാതെ ഇത് ഇളക്കി എടുക്കണേ. എടുത്ത് വേണം ചൂട് വെള്ളം ചേർക്കണം ഇതിനകത്ത്. ഇതിപ്പം കട്ട കെട്ടാതിരിക്കാനാണ് കുറച്ച് ഉപ്പുവെള്ളം എടുത്ത്. ഈ ഉപ്പുവെള്ളം എന്ന് പറയുന്നത് നമ്മുടെ മാങ്ങ ഇട്ടിരുന്നല്ലോ ഉപ്പിനകത്ത്, ആ ഉപ്പുവെള്ളമാണ്, അല്ലാതെ വേറെ ഉപ്പുവെള്ളമൊന്നുമല്ല. നമ്മൾ ഉപ്പുകല്ലും മാങ്ങായും സമം ഇട്ട് 21 ദിവസം കഴിഞ്ഞപ്പോൾ എടുത്തല്ലോ, ആ ഉപ്പുവെള്ളമാണ് ഇതിനകത്ത് ചേർക്കുന്നത്. അല്ല വേറെ ഒരു വെള്ളവും ചേർക്കാൻ. അതുപോലെ തന്നെ ഒട്ടും വെള്ളമയം മറ്റു വെള്ളമയം ഒന്നും ആരുത്. നമ്മളിത് ഉപയോഗിക്കുന്ന പാത്രങ്ങളെല്ലാം കഴുകി വെയിലത്ത് വെച്ച് ഉണങ്ങി ഈർപ്പമില്ലാത്ത പാത്രങ്ങൾ, അതുപോലുള്ള തവികളൊക്കെ വേണം. ഒട്ടും വെള്ളമയം പാടില്ല. എത്രയും സൂക്ഷിച്ച് നമ്മൾ എടുക്കാമോ അത്രയും നമുക്ക് അതിരിക്കും. പിന്നെ ഇത് എടുക്കുന്നത് തന്നെ 5-6 മാസം കഴിഞ്ഞ് ഈ മാങ്ങ അച്ചാറിട്ടത് എടുക്കാവൂ. കണ്ണിമാങ്ങ അച്ചാർ എത്രയും ഇരിക്കുന്നു, 1 വർഷം ഇരുന്നാലും ഏറ്റവും നല്ലതാണ്. കുറഞ്ഞത് 5 മാസം 6 മാസമേലും കഴിഞ്ഞ് ഇത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി എടുക്കാവൂ. അതിനകത്തോട്ട് മുളക് പൊടി കലക്കിയതെല്ലാം ഒഴിക്കാൻ പോവാണ്. മുളക് പൊടി കായപ്പൊടി കടുക് പൊടിച്ചത് എല്ലാം ഒഴിക്കുകയാണ്. കുറേശ്ശെ ഒഴിക്കാനേ പറ്റത്തുള്ളൂ, ഒരുമിച്ച് നമുക്ക് ഒഴിക്കാൻ ഒക്കത്തില്ല. അച്ചാറിൻ്റെ കൂട്ടെല്ലാം റെഡിയാക്കി മഞ്ഞപ്പൊടിയും മാങ്ങ അച്ചാറിൻ്റെ കൂട്ടെല്ലാം റെഡിയാക്കി നമ്മൾ മാങ്ങ എല്ലാം മുളക് പൊടിയും കായപ്പൊടിയും കടുക് ചതച്ചതും എല്ലാം ഇട്ട് ഉപ്പുവെള്ളം ഒഴിച്ച് റെഡിയാക്കി വെച്ചു. ഇപ്പോൾ ഇച്ചിരി വെള്ളം പോലെ കിടക്കുന്നത്. ഇത് ഒരു 3-4 മാസം കഴിയുമ്പോൾ നല്ല കുറുകിയിരിക്കും. ഇപ്പം ഇങ്ങനെ വെള്ളം പോലെ കിടക്കുന്നെങ്കിലും കുറുകിയിരിക്കും. ഇനി ഇത് ഞാനൊരു ഭരണിക്കകത്താക്കാൻ പോവാണ്. ഭരണിക്കകത്താക്കിയിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് എണ്ണ ചൂടാക്കി, നല്ലെണ്ണ ചൂടാക്കി ഒഴിക്കും. അതിൻ്റെ മണ്ടയിലൊരു തുണിയിട്ട് അടച്ച് കെട്ടി വെക്കും. എന്നിട്ട് 6-7 മാസം കഴിഞ്ഞ് ഇതെടുക്കത്തുള്ളൂ. 1 വർഷം കഴിഞ്ഞെടുത്താലും ഏറ്റവും ഒന്നാന്തരം ടേസ്റ്റാണ് ഇത്. കുറഞ്ഞത് ഒരു 6 മാസം കഴിഞ്ഞ് ഇത് ഉപയോഗിക്കാൻ നമ്മൾ എടുക്കത്തുള്ളൂ.